blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ എപ്പിസോഡിലൂടെ സകലരും അനുഗ്രഹിക്കപ്പെടട്ടെ എന്നുള്ളിൽ പ്രാർത്ഥിക്കുന്നു. നമുക്ക് ആദ്യമേ തന്നെ ഇന്നത്തെ സ്പോൺസേഴ്സിനായി എല്ലാവരും ചേർന്ന് ആത്മാർത്ഥ ഹൃദയത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം അവരിലൂടെയാണ് നമ്മൾ ഇന്ന് അനുഗ്രഹിക്കപ്പെടുന്നത്. കർത്താവെ, ഞങ്ങൾ ചേർന്ന് മാത്യു പി ജോണിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തൻ്റെ കുടുംബത്തിൽ ഓരോരുത്തരും കർത്താവെ സകല നന്മകളാലും അനുഗ്രഹങ്ങളാലും നിറയട്ടെ. ആത്മീയവും ഭൗതികവുമായ നന്മകളാൽ പ്രത്യേകിച്ച് ബിസിനസ്സിൻ്റെ മേൽ അനുഗ്രഹം ഉണ്ടാകട്ടെ. കീർത്തിദാസിനായി പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്. കർത്താവെ, ഇന്ന് തൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കുന്നല്ലോ. അങ്ങയുടെ നാമത്തിൽ തന്നെ ഞങ്ങൾ ചേർന്ന് സകലവിധ ജന്മദിന നന്മകളാലും നിറയ്ക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. മകൻ അരുണിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവ്, തനിക്ക് ഒരു വലിയ സൗഖ്യമുണ്ടാകട്ടെ. ആ ഇച്ചി സ്കാൽപ്പ് യേശുവിൻ്റെ നാമത്തിൽ, ആ സ്കിൻ അലർജി പൂർണ്ണമായി മാറിപ്പോകട്ടെ. തലയിൽ വലിയൊരു സൗഖ്യം യേശുവിൻ നാമത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്. അതുപോലെ മധ്യപ്രദേശിലെ വെൽവിഷർക്കായി പ്രാർത്ഥിക്കുന്ന തൻ്റെ മകൾ, കർത്താവെ, എത്രയും വേഗത്തിൽ ആ രജിസ്റ്റേർഡ് നേഴ്സ് എക്സാം പാസ്സാകേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. മാത്രമല്ല, തനിക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകട്ടെ. അങ്ങയുടെ നാമത്തിൽ ഇന്നത്തെ എല്ലാ സ്പോൺസേഴ്സിനെയും ചേർത്ത് ഞങ്ങൾ ഈ സമയത്ത് അനുഗ്രഹിക്കും. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ആൻഡ് മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ കീർത്തിദാസ്. കർത്താവ് ഇന്നത്തെ സ്പോൺസേഴ്സിനെല്ലാം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. ഇന്ന് തുടർന്ന് യേശു ചെയ്യുന്ന, ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്ന മിറക്കിൾസ് ടുഡേ നിങ്ങൾ കാണുകയും അതിനുശേഷം വചന ശുശ്രൂഷയിലേക്ക് പോവുകയും തുടർന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കുവാനുള്ള സമയമാണ്. ഈ സഹോദരിയുടെ പേര് നീത എന്നാണ്. വെളിയങ്കോടുന്ന സ്ഥലത്ത് നിന്നാണ് വരുന്നത്. ഈ സഹോദരിക്ക് 1.5 വർഷം മുമ്പ് ദൈവം ചെയ്ത അത്ഭുതമാണ് ഈ സഹോദരി. 1.5 വർഷങ്ങൾക്ക് മുൻപ് നടത്തിയ അത്ഭുതത്തെ ഇപ്പോൾ ഒരു അത്ഭുതം കിട്ടിയെന്ന് ഒരാൾ പറഞ്ഞുകൊണ്ട് ഓടി വരുന്നതിനേക്കാൾ ഞാൻ ഓണർ ചെയ്യും. കാരണം ഇത്രയും നാൾ നിലനിന്ന ഒരു അത്ഭുതമാണ്. പെട്ടെന്നൊരു വൈകാരികമായി ഓടി വന്ന് പറയുന്ന ഒരു ടെസ്റ്റ് മണി അല്ല ഇത്. 1.5 വർഷം ജീവിച്ച ശേഷമാണ്. 2011 ജൂൺ മാസം മുതൽ സഹോദരി പ്രഗ്നൻസിയിലായിരുന്നു. വല്ലാത്ത പ്രയാസം തന്റെ ശരീരത്തെ അനുഭവപ്പെടും. പ്രഗ്നൻസി ബി പി കൂടി തനിക്ക് തന്റെ ശരീരം മുഖമൊക്കെ ഇങ്ങനെ വല്ലാതെ നീരുവെച്ച്, കൈകാലുകൾ നീരുവെച്ച് വീർത്തിരിക്കുമായിരുന്നു. പ്രഗ്നൻസി പീരീഡിൽ ആഹാരം ഒന്നും തനിക്ക് കഴിക്കാൻ സാധിക്കുന്നില്ലായിരുന്നു. 7.5 മാസമായപ്പോഴത്തേക്കും തന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. ആ കുഞ്ഞിനെ 7.5 മാസത്തിൽ തന്നെ തനിക്ക് സിസേറിയൻ ചെയ്ത് കുഞ്ഞിനെ 7ാമത്തെ മാസത്തിൽ ഓപ്പറേഷനിലൂടെ പുറത്തെടുത്തു. ഈ കുഞ്ഞിനെ പുറത്തെടുത്തു. പക്ഷേ ഈ കുഞ്ഞിന് 1.5 കിലോഗ്രാം തൂക്കമേ അന്ന് ഉണ്ടായിരുന്നുള്ളൂ. 1.5 കിലോഗ്രാം തൂക്കമേ ഉണ്ടായിരുന്നുള്ളൂ. വല്ലാതെ, പക്ഷേ ശരീരത്തിൽ നീരൊക്കെ അതുപോലെ നിന്നിരുന്നു. താൻ സിസേറിയൻ കഴിഞ്ഞ് താൻ ബെഡിൽ വന്ന് കിടന്നപ്പോൾ തൊട്ടടുത്ത് കിടന്ന
ഒരു സഹോദരി പറഞ്ഞു ഇങ്ങനെ ബ്ലെസ്സിങ് ടുഡേ എന്നുള്ള TV പ്രോഗ്രാം ഉണ്ട്. ആ TV കോൾ സെന്റർ ബ്ലെസ്സിങ് സെന്ററിലേക്ക് നിങ്ങൾ കോൾ സെന്ററിലേക്ക് വിളിച്ചു. ഹോസ്പിറ്റലിൽ വെച്ചാണ് ഇതൊരു തന്നെ സഹോദരി പറയുന്നത്. സഹോദരി പറഞ്ഞു ഇങ്ങനെ വിളിച്ചവൾ പറഞ്ഞാൽ മതി, കർത്താവ് സൗഖ്യമാക്കും എന്ന് പറഞ്ഞു. ഈ സഹോദരി ചെയ്തത് കോൾ സെന്ററിലേക്ക് വിളിച്ചു പറഞ്ഞു, പ്രാർത്ഥിച്ചു. അവിടെയുള്ള സഹോദരി ശക്തമായിട്ട് ഈ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ദൈവം ആ സമയത്തിന് സഹോദരി ഇങ്ങനെ പറഞ്ഞത്, ആ സമയം തന്നെ എൻ്റെ ശരീരത്തിൽ ഒരു മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ശരീരത്തിൽ നീര് കുറയാൻ തുടങ്ങി. എന്ന് വെച്ചാൽ ഈ സഹോദരി നേരിട്ടാണോ വിളിച്ചത്? നേരിട്ട് തന്നെയാണോ വിളിച്ചത്? വിളിച്ചു, പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ശരീരത്തിലെ നീര് കുറയാൻ തുടങ്ങി. കുഞ്ഞിന്റെ വിഷയവും പറഞ്ഞത് തൂക്കക്കുറവാണ്. ആ കുഞ്ഞിന് തൂക്കക്കുറവ് മുതൽ ഇൻക്യുബേറ്ററിലാണ് ഇട്ടിരുന്നത്, ഇൻക്യുബേറ്ററിലാണ് കിടത്തിയിരുന്നത്. പക്ഷേ ദൈവം അവിടെയും വിടുതൽ കൊടുത്ത് കുഞ്ഞിന് 1/2 കിലോ കൂടി. പിന്നെ തൂക്കിയപ്പോൾ 2 കിലോയായി മാറിയത്. പെട്ടെന്ന് തന്നെ 500 ഗ്രാം കൂടി. ആ ദൈവം അവിടെ അത്ഭുതം ചെയ്തു. തന്നെ എത്രയും പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ വിട്ടു. ഇപ്പോൾ ആ കുഞ്ഞിന് 1.5 വയസ്സുണ്ട്. ഇപ്പോൾ പൂർണ്ണ ആരോഗ്യമായ ആ കുഞ്ഞ് ആയിരിക്കുന്നു. ഇപ്പോൾ ആ ശരീരത്തിൽ നീര് അങ്ങനെയുള്ള പ്രയാസങ്ങളൊന്നും താൻ അനുഭവിക്കുന്നില്ല. ദൈവം 2 അടിച്ച് ഈ അമ്മയെയും കുഞ്ഞിനെയും സൗഖ്യമാക്കിയ ദൈവത്തെ സ്തുതിച്ചാൽ ഹല്ലേലൂയ. പ്രത്യേകിച്ച് ഓർക്കുക, പ്രഗ്നൻസി പീരീഡിൽ അല്ലെങ്കിൽ പ്രസവത്തോടനുബന്ധിച്ചൊക്കെ എത്രയോ പേർ ഇതുപോലുള്ള കോംപ്ലിക്കേഷനുകളിൽ അമ്മ മരിച്ചു പോകുന്നു, കുഞ്ഞ് മരിച്ചു പോകുന്നു, അങ്ങനെയുള്ള ക്രിട്ടിക്കൽ സിറ്റുവേഷൻ ഉണ്ട്. ഒരു സാധാരണ ഒരു പൂച്ചക്കുഞ്ഞിൻ്റെ അത്രയും വലുപ്പത്തിലാണ് ഈ കുഞ്ഞ് ഈ ഭൂമിയിലേക്ക് വന്നത്. എന്നാൽ കോൾ സെൻറ്ററിൽ വിളിച്ച് പ്രാർത്ഥിച്ചു, യേശു പ്രാർത്ഥന കേട്ടു. ഹല്ലേലൂയ. മാത്രമല്ല കർത്താവ് അത്ഭുതങ്ങൾ ചെയ്തു. 2 പേരുടെ ജീവിതത്തിലും അത്ഭുതങ്ങൾ ചെയ്തു. ഹല്ലേലൂയ. അതേ യേശുവാണ് ഇന്ന് ഈ ബ്ലെസ്സിങ് ഫെസ്റ്റിവലിൽ ഈ അന്തരീക്ഷം മുഴുവൻ നിറഞ്ഞ് ആത്മസ്വരൂപിയായി നിൽക്കുന്നത്. ആർക്ക് വേണേലും യേശുവിനെ തൊടാം, വിശ്വസിക്കാം. അതിനേക്കാൾ വലിയ അത്ഭുതങ്ങൾ കർത്താവ് ഇവിടെ ചെയ്യും. അങ്ങനെ വിശ്വസിക്കുന്നവർ കൈകൾ ഉയർത്തിയാലും നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. താങ്ക് യു ഫാദർ. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. പ്രഗ്നൻസി കോംപ്ലിക്കേഷനോ അതല്ലാത്ത രീതിയിലുള്ള ഏതെങ്കിലും പ്രയാസങ്ങളുള്ളവരോ ഈ സാക്ഷ്യം കാണുമ്പോൾ കേൾക്കുമ്പോൾ കർത്താവ് യേശുവിൻ നാമത്തിൽ അവരുടെ ജീവിതത്തിൽ വലിയ വിടുതൽ ഉണ്ടാകട്ടെ. ഏത് രോഗവും ഇപ്പോൾ സൗഖ്യമാകട്ടെ. അതേ യേശുവിൻ്റെ അത്ഭുതങ്ങൾ ആവർത്തിച്ച് ജനങ്ങളിലേക്ക് വന്നു ചേരട്ടെ. കർത്താവെ, നീ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. ഞാനിവിടെ ഈ മൈക്ക് പിടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ എനിക്ക് നിങ്ങളെക്കുറിച്ച് വലിയൊരു വിശ്വാസമാണുള്ളത്. ഹല്ലേലൂയ. ആരാലും അറിയപ്പെടാതെ, ഒരു രംഗത്തും പൊതുവേദിയിലോട്ട് വരാതെ, ജനക്കൂട്ടത്തിന് മധ്യത്തിൽ ഒളിഞ്ഞിരുന്നവനായിരുന്നു ഒരു കാലത്ത് ഞാൻ. എന്നാൽ ബൈബിൾ വായിച്ചപ്പോൾ ഒരു കാര്യം മനസ്സിലായി, കർത്താവിൽ വിശ്വസിച്ചാൽ നമ്മുടെ അവസ്ഥകളെ കർത്താവ് മാറ്റും. ഹല്ലേലൂയ. അതുകൊണ്ടൊരു പൊട്ടനെ പോലെ, മണ്ടനെ പോലെ ഞാൻ യേശുവിൽ വിശ്വസിക്കാൻ തുടങ്ങി. വിശ്വസിച്ചപ്പോൾ കർത്താവിൻ്റെ അത്ഭുതങ്ങൾ പുറത്തേക്ക് വെളിപ്പെടാൻ തുടങ്ങി. ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുന്നു, ഇതുവരെ ആരും കണ്ടിട്ടില്ലാത്ത വിടുതലുകൾ നിങ്ങളിലൂടെ പ്രവർത്തിക്കാൻ ഒരുപക്ഷെ ആരും നിങ്ങൾ ഇന്നുവരെ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. പക്ഷേ ആരാലും അറിയപ്പെടാത്ത നിന്നിലൂടെ യേശു അത്ഭുതങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. യേശു സൂപ്പർ സ്റ്റാറുകളുടെ ദൈവമല്ല. ഹി ഈസ് ദ ഗോഡ് ഓഫ് കോമൺ പീപ്പിൾ. സാധാരണക്കാരുടെ യേശു. കൈകൾ അടിക്കുമ്പോൾ തന്നെ യേശുവിന് നന്ദി പറ, സ്തുതിക്ക്, ഒരു കൃപ പ്രാപിക്ക്, ഒരു അഭിഷേകം സ്വീകരിക്ക്. ഒരു രക്തസ്രവക്കാരി സമൂഹത്തിൽ ഇറങ്ങുവാൻ നിഷേധിക്കപ്പെട്ടവൾ ഇറങ്ങിയാൽ കല്ലെറിഞ്ഞു കൊല്ലുമായിരിക്കും, അവളെ ഓടിച്ചു വിടുമായിരിക്കും. എന്നാൽ ധൈര്യത്തോടെ ഇറങ്ങി, ന്യായപ്രമാണത്തിലെ മോശയെ പോലെ അല്ല എൻ്റെ യേശു, കല്ലെറിഞ്ഞു കൊല്ലാൻ അല്ല യേശു വന്നത്, ശുശ്രൂഷിക്കുവാൻ, സൗഖ്യമാക്കുവാൻ. അവൾ വിശ്വസിച്ച് യേശുവിൻ്റെ കയ്യിൽ പിടുത്തം കിട്ടിയില്ല, യേശുവിൻ്റെ തലമുടിയിൽ പിടുത്തം കിട്ടിയില്ല, യേശുവിൻ്റെ ശരീരത്തിൽ തൊടാൻ കഴിഞ്ഞില്ല. കൈ കഷ്ടിച്ച് എത്തിച്ച് യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ നൂലിൽ തൊട്ടു. അവൾ അപ്പോഴേ സൗഖ്യമായി. ഞാൻ വിശ്വസിക്കുന്നു അതിനുശേഷമുള്ള അവളുടെ ആയുസ് മുഴുവൻ അവൾക്കൊരു സാക്ഷ്യമുണ്ട്. അവൾ പറഞ്ഞുകൊണ്ട് നടന്നു, എല്ലാവരും കൂടെ എന്നെ ഓടിച്ചു കളയേണ്ടതാണ്, എന്നാൽ എൻ്റെ വിശ്വാസത്തിൻ്റെ ധൈര്യം മൂലം ജനക്കൂട്ടത്തിനിടയിലൂടെ ചെന്ന് യേശുവിൻ്റെ വസ്ത്രത്തിൽ നിന്നും ഞാന്ന് കിടക്കുന്ന നൂലിൽ തൊട്ടപ്പോൾ എനിക്കൊരു സൗഖ്യം കിട്ടി. മാലോരെ, നിങ്ങളും വിശ്വസിച്ചാൽ നിങ്ങൾക്കും സൗഖ്യമാകാം. ഇന്നും രക്തസ്രവക്കാരി സ്ത്രീ സാക്ഷ്യം പറഞ്ഞുകൊണ്ടിരിക്കുക.
വേദപുസ്തകത്തിലൂടെ, വചനങ്ങളിലൂടെ അവൾ പറയുന്നു, വിശ്വാസത്തിന്റെ ധൈര്യമുള്ള ഒരു സ്ത്രീ ഇവിടെ ഉണ്ടെങ്കിൽ ആരും കാണാത്ത, ആരും പ്രാപിക്കാത്ത വിടുതലുകൾ നിനക്ക് വേണ്ടി യേശു മാറ്റിവെച്ചിട്ടുണ്ട്. ആരോടൊക്കെയോ കർത്താവ് സംസാരിക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന ബാലന്മാരോട്, ബാലികമാരോട് ഞാൻ പറയട്ടെ, പണ്ട് 5000-ഓളം പുരുഷന്മാരിരുന്ന സ്ഥലത്ത് ഒരു ബാലൻ കയ്യിലുണ്ടായിരുന്ന 2 മീനും 5 അപ്പവും യേശുവിൻ്റെ കയ്യിൽ കൊടുത്തപ്പോൾ അവിടെ ചരിത്രം കാണാത്തൊരു അത്ഭുതം നടന്നു. അതുപോലെ ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങൾ യേശുവിന് വേണ്ടി സമർപ്പിച്ചാൽ, ഉള്ളത് കൊടുത്താൽ കർത്താവ് അവരെ ഉപയോഗിക്കും. നന്നായിട്ടൊന്ന് കൈയടിച്ച് കർത്താവിന് ഫാദറൊക്കെ സ്തുതികളും സ്തോത്രങ്ങളും കീർത്തനങ്ങളും പരിശുദ്ധാത്മ നിറവിലെ ആത്മാവിന്റെ ആരാധനയും പുറത്തേക്ക് വരട്ടെ, വരട്ടെ, പുറത്തേക്ക് വരട്ടെ, പുറത്തേക്ക് വരട്ടെ, ശക്തിയോടെ പുറത്തേക്ക് വരട്ടെ. താങ്ക് യു ഫാദർ. ഹല്ലേലൂയ. പൈശാചികമായ സകലവും യേശുവിന്റെ ചോരയാൽ ഇവിടെ മാഞ്ഞു പോകുകയാണ്. ഇവിടെ ഇരിക്കുന്ന ചിലർ വിചാരിക്കുന്നുണ്ട്, എൻ്റെ പിതാവ് മാതാവ്, എൻ്റെ അച്ഛനും അമ്മയും, എൻ്റെ ഡാഡിയും മമ്മിയും ഒന്നും വലിയ ഭക്തരല്ല, നല്ല കുടുംബത്തിലുള്ളതല്ല, ആർക്കും ഒന്നുമില്ല, പിന്നെ ഞാനെങ്ങനെ? നോ 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 നോ. നിന്റെ ചരിത്രത്തെ അല്ല കർത്താവ് നോക്കുന്നു, നിന്റെ ഭാവിയാ. ഹല്ലേലൂയ. ശിമോനെ കണ്ടിട്ട് യേശു പറഞ്ഞു, ബർ യോനാ ശിമോനെ, യോനായുടെ മകനായ ശിമോനെ, നിന്റെ പേര് കേഫ എന്നാകും. എന്ന് വെച്ചാൽ നിന്റെ പേര് ഒരു പാറ കഷണം എന്നറിയപ്പെടും. പാറ പോലെ ഉറച്ച വ്യക്തിത്വമായി ഞാൻ നിന്നെ മാറ്റാൻ പോകുകയാണ്. നിന്റെ പിതാവ് ശുശ്രൂഷിച്ചിട്ടില്ല, നിന്റെ പിതാവ് ഒരു അഭിഷിക്തനല്ല, നിന്റെ പിതാവ് ഒരുപക്ഷെ സാധാരണ മീൻപിടുത്തക്കാരനാകാം, പക്ഷേ ഞാനാണ് നിന്നെ വിളിച്ചത്. എൻ്റെ വിളിയിൽ സകലവും ഉണ്ട്. എന്നെ വിശ്വസിച്ച് നീ ഇറങ്ങാമെങ്കിൽ നിന്റെ പിതാക്കന്മാർക്കില്ലാത്ത ഒരു ഭാഗ്യം, വലിയൊരു ദൂതാണ് ഞാൻ വിളിച്ചു പറയുന്നത്, നിങ്ങളുടെ മാതാപിതാക്കൾക്കില്ലാത്തൊരു ഭാഗ്യം കർത്താവ് നിങ്ങൾക്ക് തരാൻ പോകുകയാണ്. ചില വീടുകളിൽ ചില പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഞങ്ങളുടെ വീട്ടിൽ 10 അച്ഛന്മാരുണ്ട്, 14 കന്യാസ്ത്രീകളുണ്ട്. എൻ്റെ ഉപ്പാപ്പൻ വലിയൊരു ഉപദേശിയായിരുന്നു. എൻ്റെ അപ്പാപ്പനാണ് അവിടെ പള്ളി പണിത്. പക്ഷേ ഇങ്ങനെയുള്ളതൊന്നും പറയാൻ എനിക്കില്ല. നിങ്ങൾ പലർക്കും കാണില്ല. 1 കൊരിന്ത്യർ 2-ാം അധ്യായത്തിൽ പറയുന്നത്, ദൈവം ലോകത്തിൽ ബലമുള്ളതിനെ ലജ്ജിപ്പിക്കുവാൻ ബലഹീനമായതിനെ തിരഞ്ഞെടുത്തു, കുലമഹിമയുള്ളതിനെ ലജ്ജിപ്പിക്കുവാൻ കുലഹീനമായതിനെ തിരഞ്ഞെടുത്തു, ജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ ഭോഷന്മാരെ തിരഞ്ഞെടുത്തു. വലിയ അഡ്രസ്സും വലിയ മഹിമയൊന്നും പറയാനില്ലാത്തവരിവിടെ ഉണ്ടെങ്കിൽ രക്ഷപ്പെട്ടു. ദൈവത്തിൻ്റെ ലിസ്റ്റിൽ നീ 1-ാം സ്ഥാനം പിടിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. നിന്റെ മേൽ അഭിഷേകത്തിൻ്റെ വലിയ വീപ്പ കർത്താവ് ചൊരിയും. ഹല്ലേലൂയ. ഇന്ന് അവരുടെ മേൽ ലീറ്റർ കണക്കിന് തൈലാഭിഷേകം കർത്താവ് ഒഴിക്കാൻ പോകുകയാണ്. ഒന്നും പറയാനില്ലാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, താഴ്മയോടെ ഇരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇത് നിന്റെ ദിവസമാണ്, ഇത് നിന്റെ യാമമാണ്. നിന്റെ മേലാണ് കർത്താവ് തൻ്റെ പകർച്ച പകരാൻ പോകുന്നത്. ഇവിടെ ചിലർ ഒരു രോഗസൗഖ്യമെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു, സാമ്പത്തിക പ്രശ്നത്തിൽ ഒരു വിടുതൽ കിട്ടിയാൽ മതിയായിരുന്നു, കുഞ്ഞുങ്ങൾക്കൊരു ജോലി കിട്ടിയാൽ മതിയായിരുന്നു, എങ്ങനെയെങ്കിലും ഒരു കല്യാണം നടന്നാൽ മതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലരും വന്നിട്ടുണ്ട്. കർത്താവ് ചെയ്യാൻ പോകുന്നത് തീർച്ചയായും നീ ചോദിച്ചതിനേക്കാൾ അപ്പുറത്ത് നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. കാരണം എഫെസ്യ ലേഖനം 3:20 പറയുന്നത്, നാം ചോദിക്കുന്നതിനേക്കാളും നനയ്ക്കുന്നതിനേക്കാളും അത്യന്തം പരമായി കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. പക്ഷെ ഒരു കാര്യം മറക്കരുത്, നീ ചോദിച്ച ഭൗതിക നന്മകൾ മാത്രമല്ല, അതിനപ്പുറത്ത് യേശുവിനെ ശുശ്രൂഷിക്കാൻ ഒരു ഭാഗ്യ പദവി കൂടെ, ഒരു വലിയ അഭിഷേകം കൂടെ, പരിശുദ്ധാത്മാവിന്റെ കൃപകൾ കൂടെ, വരങ്ങൾ കൂടെ, ആത്മാവിന്റെ ഫലം കൂടെ കർത്താവ് നിനക്ക് നൽകാൻ അവൻ പദ്ധതിയിട്ടിട്ടുണ്ട്. നിന്റെ വിചാരങ്ങളല്ല എൻ്റെ വിചാരങ്ങൾ, നിന്റെ വഴികളല്ല എൻ്റെ വഴികൾ. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ നിന്റെ വഴികളേക്കാൾ വിചാരങ്ങളേക്കാൾ എന്റേത് ഉയർന്നിരിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ഭാവിയെക്കുറിച്ച്, നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് ദൈവത്തിൻ്റെ പദ്ധതികൾ നാം വിചാരിക്കുന്നതിനേക്കാളൊക്കെ വളരെ വളരെ വലുതാകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു നിമിഷം കണ്ണുകൾ തുറന്നു നോക്കാമോ?
എല്ലാവരും കണ്ണു തുറന്ന് നോക്കാമോ? ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചോളാം. യേശുവിൽ നിങ്ങൾക്ക് ഒരു വലിയ ഭാവിയുണ്ട്. യേശുവിലാണ് വിശ്വസിച്ചിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്കൊരു ഫ്യൂച്ചർ ഉണ്ട്. അത് നിങ്ങളുടെ വീട്ടുകാർ ചിന്തിക്കുന്നതിനേക്കാളൊക്കെ വളരെ വലുതാണ്. യേശുവിൻ്റെ അകത്ത് നിനക്കുള്ളൊരു ഭാവി ഒളിഞ്ഞിരിപ്പുണ്ട്. ഹല്ലേലൂയ. രക്തത്തിൽ, ബ്ലഡിൽ തകരാറുള്ള ചിലരെ കർത്താവിടെ സൗഖ്യമാക്കുന്നുണ്ട്. രക്തത്തിന് പ്രയാസമുള്ള ആരൊക്കെ ഇതിനകത്തുണ്ട്? രക്തത്തിൻ്റെ കൗണ്ടിലാകാം, ബ്ലഡ് ക്യാൻസർ ആകാം, രക്തത്തിന് തകരാറുള്ളവർ ഇന്ന് ഇവിടെ സൗഖ്യമായിക്കൊണ്ടിരിക്കുന്നു. യേശുവിൻ നാമത്തിൽ വചന ശുശ്രൂഷയുടെ മധ്യത്തിൽ ഒരു വിടുതൽ കർത്താവ് എനിക്ക് വെളിപ്പെടുത്തിയതാണ്. ബ്ലഡിൽ എവിടെയെങ്കിലും തകരാറുണ്ട്, ചിലപ്പോൾ ബ്ലീഡിങ് ആവാം. ബ്ലഡിനോട്, രക്തത്തോട് ബന്ധപ്പെട്ട് ഏത് രോഗവും ഈ സമയത്ത് ഈ ആത്മാന്തരീക്ഷത്തിൽ ഇവിടെ സൗഖ്യമാകുകയാണ്. വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സ്തോത്രം പറയുക, നന്ദി പറയുക. ഇടയ്ക്കിടയ്ക്ക് അപസ്മാരം വരുന്ന, വെള്ളം കാണുമ്പോൾ, തീ കാണുമ്പോഴൊക്കെ വീണ് കിടന്ന് പിടയ്ക്കുന്ന, രാത്രിയിൽ സീഷേഴ്സ് വരുന്ന അപസ്മാര രോഗികൾ ഈ വചന ശുശ്രൂഷയുടെ മധ്യത്തിൽ ഇവിടെ സൗഖ്യമാകുന്നു. മാനസിക രോഗികൾ, യേശു ഇപ്പോൾ അവരെ തൊടുന്നു. യേശു തൊടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചുമ്മാ ഒരു ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കണ്ട് കുറേ സാക്ഷ്യങ്ങൾ കേട്ട് മടങ്ങാനല്ല, അനുഭവത്തോടെ മടങ്ങാൻ, ഒരു ശുശ്രൂഷയോടെ മടങ്ങാൻ. യേശു ആത്മാവിൻ്റെ ശക്തിയോടെ ഗലീലയിലേക്ക് മടങ്ങി. നാടേതാണോ, നിൻ്റെ വീട് എവിടെയാണോ, ഏത് പഞ്ചായത്തിലാണോ, ഏത് സിറ്റിയിലാണോ, അങ്ങോട്ട് ആത്മാവിൻ്റെ ശക്തിയോടെ മടങ്ങാൻ കർത്താവ് ഇന്ന് ഈ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ പങ്കെടുക്കുന്നവർക്ക് കർത്താവ് കൃപ നൽകുകയാണ്. താങ്ക് യു ജീസസ്. ജോലി സ്ഥാനത്ത്, ജോലിയിൽ വലിയ പ്രശ്നങ്ങൾ വന്നിട്ട് രാജിവെച്ചാലോ എന്നിവരെ ചിന്തിക്കുന്നവർ ഇതിനകത്തുണ്ട്. ബിസിനസ്സിൽ പ്രശ്നങ്ങൾ വന്നിട്ട് വൈൻഡപ്പ് ചെയ്താലോ, ഈ ബിസിനസ് നിർത്തിക്കളഞ്ഞാലോ എന്ന് ചിന്തിക്കുന്നവർ ഇതിൻ്റെ മധ്യത്തിലുണ്ട്. കർത്താവ് പറയുന്നു, എവിടെ നിർത്തണമെന്ന് നീ ചിന്തിക്കുന്നുവോ അവിടെ യേശു നിന്നെ ഉയർത്താൻ പോവുകയാണ്. യേശു നിന്നെ ഉയർത്താൻ പോവുകയാണ്. പത്രോസ് രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒരു മീനും കിട്ടിയില്ല. പരാജയം സംഭവിച്ച നിരാശയോടെ വല കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ യേശു അവൻ്റെ ജീവിതത്തിലേക്ക് രംഗപ്രവേശം ചെയ്യുകയാണ്. രാത്രി മുഴുവൻ എത്ര അധ്വാനിച്ചിട്ടും കിട്ടാത്ത അതേ പരാജയപ്പെട്ട സ്ഥാനത്ത് യേശു പെരുത്ത മീൻകൂട്ടം നൽകി അവനെ മാനിച്ചു. ആ യേശു ഇന്നലെയും എന്നേക്കും അനന്യനാകുന്നു, മാറ്റമില്ലാത്തവനാകുന്നു. ഹല്ലേലൂയ. ഞാൻ നിങ്ങളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ കർത്താവിൻ്റെ തുറന്ന നീട്ടിപ്പിടിച്ച കരങ്ങൾ എൻ്റെ ആത്മാവിൽ ഞാൻ ദർശിക്കുകയാണ്. ആ കൈകളിൽ നിങ്ങളുടെ കൊച്ചു ജീവിതത്തിൽ ആവശ്യമുള്ള സകലവും ഇരിപ്പുണ്ട്. ദാസന്മാരുടെ കണ്ണുകൾ യജമാനനിലേക്കും ദാസിമാരുടെ കണ്ണുകൾ യജമാനത്തിയിലേക്കും എന്നതുപോലെ നമ്മുടെ കണ്ണുകൾ കർത്താവ് പ്രവർത്തിക്കുന്ന ആ കൈകളിലേക്കാകട്ടെ. അവൻ്റെ കൈകളിൽ തൃക്കൈ തുറക്കുമ്പോൾ സകലത്തിനും തൃപ്തി വരുന്നു. കർത്താവ് കൈ തുറക്കും. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി കർത്താവ് നിന്റെ കൈ തുറക്കും. തുറക്കുമ്പോൾ നിന്റെ ജീവിതം മുഴുവൻ നന്മകൾ കൊണ്ട് നിറയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. സമാധാനമില്ലാത്ത ഹൃദയങ്ങളിൽ ഈ നിമിഷം ദൈവിക സമാധാനം വന്ന് നിറയുക. ഹല്ലേലൂയ. താങ്ക് യു ഫാദർ. ഒരു മുറിയിൽ പുക വന്ന് നിറയുന്നത് പോലെ നിങ്ങൾ ഹൃദയത്തിനകത്ത് ലോകം തരാത്ത ദൈവിക സമാധാനം വന്ന് നിറയുന്നു. ആത്മഹത്യ ചിന്തയുള്ള ചിലർ ഇതിന് മധ്യത്തിലുണ്ട്. മരിക്കണം എന്നുള്ള തോന്നല, എല്ലാം മതിയായി, നിരാശ. എന്നാൽ കർത്താവ് നിരാശ എടുത്ത് മാറ്റി പ്രത്യാശ നൽകുന്ന നിമിഷങ്ങളാണ്. ഹല്ലേലൂയ. ഈ സമയത്തൊന്ന് എഴുന്നേറ്റ് നിന്ന് കർത്താവിൽ നിന്ന് സ്വീകരിക്കാനുള്ളൊരു സമയമാണ്. ദയവായി എഴുന്നേറ്റാൽ, അതത് സ്ഥലങ്ങളിൽ എഴുന്നേറ്റ് നിന്നാൽ. താങ്ക് യു ജീസസ്. കൈകൾ രണ്ടും സ്വന്തം നെഞ്ചിലേക്ക് വെച്ചാൽ കണ്ണുകൾ അടച്ചു. അടുത്ത ചില നിമിഷങ്ങൾ എല്ലാ പാപങ്ങളും ഈ സമയത്ത് ഏറ്റുപറയുക. ജീവിതത്തിൽ വന്ന തെറ്റുകൾ ചിന്തകളിലാകാം, വാക്കുകളിലാകാം, പ്രവർത്തികളിലാകാം, ദൈവവചനത്തിന് വിരുദ്ധമായി
ദൈവാത്മാവിന് ഇഷ്ടമല്ലാത്ത എന്തൊക്കെ വന്നിട്ടുണ്ട് അതെല്ലാം ഒന്ന് ഏറ്റു പറഞ്ഞേ, കർത്താവ് എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞാൽ, യേശുവേ എന്നോട് ക്ഷമിക്കണമേ, പാപങ്ങൾ ക്ഷമിക്കണം. നമ്മുടെ പാപങ്ങൾ നാം ഏറ്റു പറയുന്നുവെങ്കിൽ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് ശുദ്ധീകരിക്കുവാൻ അവൻ വിശ്വസ്തനാകുന്നു. എല്ലാ തെറ്റുകളും ഏറ്റുപറയാം. ദാമ്പത്യ ജീവിതത്തിലെ തെറ്റുകൾ, ആത്മീയ ജീവിതത്തിലെ തെറ്റുകൾ, രഹസ്യ പാപങ്ങൾ, പരസ്യ പാപങ്ങൾ ഏറ്റുപറയാം. Thank you, Lord. Thank you, Jesus. എന്നോട് ചേർന്ന് പറഞ്ഞാലും, യേശുവേ, പാപങ്ങൾ എനിക്ക് വേണ്ട, എനിക്ക് രക്ഷകനെ മതി, എനിക്ക് അവൻ്റെ രക്ഷ മതി. കുറെ കൂടെ ഉറക്കെ, യേശുവേ, അങ്ങയുടെ നിത്യജീവൻ എനിക്ക് മതി, അങ്ങയുടെ വെളിച്ചം എനിക്ക് മതി. യേശുവേ, എൻ്റെ ഹൃദയം അങ്ങേക്കായി ഞാൻ ഒരുക്കിയിരിക്കുന്നു. ഹൃദയത്തിലെ സിംഹാസനം അങ്ങയ്ക്ക് വേണ്ടി ഞാൻ ഒരുക്കിയിരിക്കുന്നു. കർത്താവേ, എൻ്റെ ഹൃദയത്തിൽ വന്ന് വാണരുളണമേ. യേശു മാത്രം എൻ്റെ ദൈവവും എൻ്റെ കർത്താവും എൻ്റെ രക്ഷകനുമെന്ന് ഞാൻ ഏറ്റുപറയും. കൈകൾ ഉയർത്തിപ്പിടിച്ചാൽ അവസാനത്തെ വാക്കുകൾ പറഞ്ഞ സമയത്ത് അറുക്കപ്പെട്ട കുഞ്ഞാടിൽ നിന്നും ആ കുഞ്ഞാടിൻ്റെ ഒരു വശത്ത് നിന്നും രക്തം പുറത്തേക്ക് ചീറ്റുന്നൊരു കാഴ്ച ആത്മാവിൽ ഞാൻ കണ്ടു. അതിൻ്റെ അർത്ഥം ഈ നിൽക്കുന്ന ജനത്തെ സ്വന്തം രക്തത്താൽ ഈ സമയത്ത് അവൻ കഴുകി ശുദ്ധീകരിക്കുകയാണ്. പാപങ്ങൾ അനേകമാകാം, എണ്ണിക്കൂടാനാവാത്തതാകാം. ദൈവ കുഞ്ഞാടിൻ്റെ ചോര ഇപ്പോൾ ഈ ജനത്തെ ശുദ്ധീകരിക്കുന്നു, കഴുകുന്നു, വൃത്തിയാക്കുന്നു, പാപമോചനം സൗജന്യമായി നൽകുന്നു. നീ നൽകിയ സ്തോത്ര കാഴ്ച കൊണ്ടല്ല, തന്റെ സ്വന്തം രക്തത്താൽ, വെള്ളി കൊണ്ടല്ല, പൊന്നുകൊണ്ടല്ല, പുണ്യാഹ രക്തത്താൽ ഈ ജനത്തെ അവൻ വീണ്ടെടുക്കുക, കഴുകി ശുദ്ധീകരിക്കുക. മനസാക്ഷിയെ അവൻ കഴുകി ശുദ്ധീകരിക്കുന്നു. ചിന്തകളെ, ഭാവങ്ങളെ, ഓർമ്മകളെ അവൻ കഴുകി ശുദ്ധീകരിക്കുക. ഹൃദയങ്ങളെ അവൻ ശുദ്ധീകരിക്കുന്നു. ശരീരങ്ങളെ അവൻ ശുദ്ധീകരിക്കുന്നു. ആത്മാക്കളെ അവൻ ശുദ്ധീകരിക്കുന്നു. കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെടിപ്പാക്കുന്ന വ്യക്തികൾ ഭാഗ്യവാന്മാർ. ഈ സമയത്ത് കൈകൾ വീശി ഉറക്കെ പറഞ്ഞാൽ, എന്റെ ജീവിതത്തിന്റെ അങ്കി ദൈവകുഞ്ഞാടിന്റെ ചോരയിൽ ഞാൻ കഴുകി അലക്കി അലക്കി ഇപ്പോൾ വൃത്തിയാക്കുന്നു. ഹല്ലേലൂയ. ഈ സമയത്ത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ രോഗികൾ സൗഖ്യമാകട്ടെ. ഇടത് കൈയിലെ ഈ അസ്ഥിയിൽ പ്രയാസമുള്ളൊരു വ്യക്തി, ഈ അസ്ഥിയിൽ ഒടിവോ എന്തോ പ്രയാസങ്ങൾ അനുഭവിക്കുന്നൊരു വ്യക്തിയെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നു. ഇൻ ജീസസ് നെയിം. ബ്രസ്റ്റിൻ്റെ അകത്ത് മുഴയും അതുപോലെ ചില സ്രവങ്ങൾ പുറത്തേക്ക് വരികയൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. അതുപോലെ തന്നെ ബ്രസ്റ്റ് ക്യാൻസർ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ബ്രെയിൻ ട്യൂമർ യേശു കർത്താവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. താങ്ക് യു ജീസസ്. അതുപോലെ തൈറോയിഡ് രോഗം ഇപ്പോൾ സൗഖ്യമാകുന്നു. കുഞ്ഞുങ്ങളില്ലാത്തവർക്കായി ഞാൻ പ്രാർത്ഥിച്ചവരെ അനുഗ്രഹിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അവർക്ക് പൈതങ്ങൾ ഉണ്ടാകട്ടെ. ജോലിയില്ലാത്തവർക്കായി പ്രാർത്ഥിക്കുന്നു. വിവാഹം കഴിയേണ്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. കുടുംബ സമാധാനത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. 2 കാൽമുട്ടിലും നീര് വന്ന് പ്രയാസം അനുഭവിക്കുന്ന ഒരു സഹോദരിയെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നു. താങ്ക് യു ലോർഡ്. ഈ സമയത്ത് ഉള്ളിൽ വിശ്വസിക്കുക. ഒരാളെ മാത്രമല്ല, എല്ലാവരെയും സൗഖ്യമാക്കാൻ യേശു ശക്തനാണ്. കൈനീട്ടി പ്രാർത്ഥിച്ചാൽ കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ഓരോരുത്തരുടെ മേൽ വലിയ വിടുതൽ വന്നു ചേരട്ടെ. കർത്താവ് നീ അങ്ങനെ ചെയ്തതിനായി നന്ദി പറയുന്നു. താങ്ക് യു ജീസസ്. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.
ഇന്നത്തെ പ്രോഗ്രാം കണ്ടതിന് പ്രത്യേകിച്ച് നന്ദി. നാളെ നമ്മുടെ ഈ ആഴ്ചയിലെ പ്രോഗ്രാമിലെ അവസാനത്തെ എപ്പിസോഡാണ്. കാണാൻ മറക്കരുത്. നാളെ നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു. ബൈ. വെൽക്കം ബാക്ക് ടു ബൈബിൾ ആൻഡ് യു. ഇന്നത്തെ ചോദ്യം ഇതാണ്: യേശുവിനെ കണ്ടപ്പോൾ യോഹന്നാൻ സ്നാപകൻ പറഞ്ഞതെന്ത്? വാട്ട് ഡിഡ് ജോൺ ദ ബാപ്റ്റിസ്റ്റ് സേ വെൻ ഹി സോ ജീസസ്? ഓപ്ഷൻ എ, ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്. ബി, ഇതാ ലോകത്തിന്റെ വെളിച്ചം. സി, ഇതാ ദൈവത്തിന്റെ പുത്രൻ. ഡി, ഇതാ മനുഷ്യപുത്രൻ. നിങ്ങളുടെ ഉത്തരങ്ങൾ 9645221221 എന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. SMS ചെയ്യേണ്ട ഫോർമാറ്റ് BT സ്പേസ് ഓപ്ഷൻ A, B, C or D. ശരി ഉത്തരം അയക്കുന്നവർക്ക് OMBooks നൽകുന്ന നല്ല നല്ല സമ്മാനങ്ങൾ ഞങ്ങൾ നൽകുന്നതാണ്. പ്രാർത്ഥനയ്ക്കും മറ്റ് വിവരങ്ങൾക്കുമായി ഇപ്പോൾ തന്നെ വിളിക്കുക 0484 4222111 0484 4222111. ഞങ്ങളുടെ വെബ്സൈറ്റുകൾ www.themasterministries.org, www.blessingtoday.tv, ഇമെയിൽ info@blessingtoday.tv. ഞങ്ങളുടെ അഡ്രസ് ബ്ലെസ്സിംഗ് ടുഡേ, പോസ്റ്റ് ബോക്സ് നമ്പർ 2215, ഇടപ്പള്ളി PO, കേരള, ഇന്ത്യ 682024.